എളങ്കൂർ മഹല്ല് ഖാദിയും മുത്തവല്ലിയുമായ സയ്യിദ് അബ്ദുൽ ഖാദിർ ഹൈദ്രൂസ് മുത്തുക്കോയ തങ്ങൾ ഉസ്താദിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവരോട് വിനയപൂർവ്വം. സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന എളങ്കൂർ പ്രദേശം മുമ്പ് മഞ്ഞപ്പറ്റ മഹലിന്റെ ഭാഗമായിരുന്നു. എളങ്കൂർ മഹല് നിവാസികൾക്ക് ജുമുഅക്കും മറ്റും പൊതുവായ ദീനി കാര്യങ്ങൾക്കും മഞ്ഞപ്പറ്റ മഹലിനെ ആശ്രയിക്കുന്നത് പ്രയാസമായപ്പോൾ അന്നത്തെ കാരണവന്മാരുടെ മനസ്സിൽ നിന്ന് ഉദിച്ച ഒരാശയമായിരുന്നു എളങ്കൂർ മഹല്ല് സ്ഥാപിക്കുക എന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരടക്കമുള്ള കാരണവന്മാരിൽ പലരും അന്ന് അഭിപ്രായപ്പെട്ടിരുന്നത് അങ്ങനെയൊരു മഹല്ല് സ്ഥാപിച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നായിരുന്നു. എന്നാൽ എല്ലാവരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായി എളങ്കൂർ മഹല്ല് രൂപീകൃതമായി. 1996 മഹല്ല് പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മഹല്ല് ഖാദിയായി നിയമിക്കപ്പെട്ടവരാണ് സയ്യിദ് അബ്ദുൽ ഖാദിർ ഹൈദ്രൂസ് മുത്തുക്കോയ തങ്ങൾ എന്ന എളങ്കൂർ തങ്ങൾ. അന്നത്തെ കാരണവന്മാരാണ് എളങ്കൂർ തങ്ങളെ ഖാദിയായിട്ട് ബൈഅത്ത് ചെയ്തത്. സമസ്ത രണ്ടായതിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് ഇരുവിഭാഗം സമസ്ത പ്രവർത്തകരുടെ വലുതും ചെറുതുമായ സംഭാവനയിലൂടെയും ഗൾഫ് സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹായത്തിലൂടെയും മുഴുവൻ പണിയും തീരാത്ത പള്ളിയുടെ ഗ്രൗണ്ട് നില കെട്ടിടം പൂർത്തിയാക്കിയത്. തങ്ങൾ ഉസ്താദ് പള്ളിയിൽ തുടങ്ങിയ മഹത്തായ സ്വലാത്ത് മജ്‌ലിസിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലൂടെയാണ് ഇന്നീ കാണുന്ന താഴെ പള്ളിയുടെ പണികൾ തന്നെ പൂർത്തിയാക്കിയത്. പുറം തേച്ചിട്ടില്ലാത്ത അവസ്ഥയിലായിരുന്നു അന്നത്തെ പള്ളി. അതുപോലെ പള്ളിയുടെ 2 നിലകളുടെ പണി പൂർത്തീകരിച്ചതും പള്ളിയുടെ കിഴക്കുഭാഗത്തും പടിഞ്ഞാറുഭാഗത്തും കാണുന്ന സ്ഥലങ്ങൾ വാങ്ങിയതും സ്വലാത്തിൽ നിന്നും സംഭാവനയും ഉസ്താദിന്റെ കയ്യിൽ കിട്ടുന്ന മറ്റു സംഭാവനകളും ഉപയോഗിച്ച് അന്നത്തെ കമ്മിറ്റി മുഖേന ചെയ്തതാണ്. അതുപോലെ തന്നെ മഹല്ല് ആരംഭം മുതൽ 1-ാം നമ്പർ മഹല്ല് മെമ്പറായി വരിസംഖ്യ നൽകി ഇന്നും തുടരുന്ന തങ്ങൾ ഉസ്താദിനെ അന്നത്തെ കമ്മിറ്റിയാണ് മുത്തവല്ലിയായി നിശ്ചയിച്ചതും പള്ളിയുടെയും മറ്റു സ്ഥലങ്ങളുടെയും ആധാരങ്ങൾ തങ്ങൾ ഉസ്താദിനെ രജിസ്റ്റർ ചെയ്ത് ഏൽപ്പിച്ചതും. ഇതിനുവേണ്ടി തങ്ങൾ ഉസ്താദ് ഒരു രജിസ്റ്റർ ഓഫീസിലും പോയിട്ടില്ല എന്നത് മഹല്ല് നിവാസികൾക്ക് അറിയുന്നതാണ്. ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് മഹല്ല് നിവാസികളിൽ നിന്ന് പിരിവെടുത്തിട്ടില്ല എന്നത് മഹല്ല് നിവാസികൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്നല്ല, മഹല്ല് നിവാസികൾ നടത്തിവരുന്ന മദ്രസയിലെ ഉസ്താദുമാരുടെ ശമ്പളത്തിലേക്ക് വരെ തങ്ങൾ ഉസ്താദിന് ലഭിച്ച തുകയിൽ നിന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹല്ലിലേക്ക് വഖഫ് ചെയ്ത ഭൂമിയിൽ അവകാശികൾ ഉള്ളതിനാൽ അവകാശികൾക്ക് അതിന്റെ വിഹിതം കൊടുത്തതും പള്ളിയുടെ 3 നില കെട്ടിടത്തിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള പെയിന്റിംഗ് അടക്കമുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്തിരുന്നതും മഹല്ല് നിവാസികളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ കുളിപ്പിക്കാനും മയ്യത്ത് കൊണ്ടുപോകാനുമുള്ള സാധന സാമഗ്രികൾ വാങ്ങിയതും പള്ളി കോമ്പൗണ്ടിലുള്ള കിണറ്റിൽ വെള്ളം കുറവായതിനാൽ പള്ളിയുടെ പടിഞ്ഞാറു ഭാഗത്ത് കുഴൽക്കിണർ കുഴിച്ച് മോട്ടോർ വെക്കുകയും മണ്ണിടിച്ചിൽ കാരണം കുഴൽക്കിണർ ഉപയോഗശൂന്യമായപ്പോൾ പുറത്ത് വലിയ ചിലവിൽ കിണർ കുത്തി ഉപയോഗമാക്കി തന്നതും കൊടിമരത്തിങ്ങലുള്ള പള്ളിയുടെ സ്ഥലത്ത് ബിൽഡിംഗ് നിർമ്മിച്ച് പള്ളിയിലേക്ക് വരുമാനമാക്കി തന്നതും പഴയ ബാത്റൂം ജനങ്ങൾക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിൽ വികസിപ്പിച്ചെടുത്തതും ക്യാന്റീൻ ബിൽഡിംഗ് നിർമ്മിച്ചതും 2 വിഭാഗം പിരിയുന്നതിനു മുമ്പ് കൽപ്പുറം മദ്രസയുടെ വാർപ്പ് പണിക്ക് ഭീമമായ സംഖ്യ നൽകിയതും പാവപ്പെട്ടവർക്ക് അരി കൊടുക്കൽ, സുന്നത്ത് കർമ്മങ്ങൾ എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സേവനങ്ങൾ ചെയ്തതും തങ്ങൾ ഉസ്താദ് സ്വലാത്ത് മജ്‌ലിസിൽ നിന്നും കിട്ടുന്ന സംഭാവനയിലൂടെയും മറ്റു സംഭാവനകളിലൂടെ ചെയ്തിരുന്നതാണ്. ഇതെല്ലാം നമുക്ക് ചെയ്തു തന്ന ഉസ്താദിന് മഹല്ലിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം തുച്ഛമായ ശമ്പളം പോലും പല കുറി മാസങ്ങൾ കഴിഞ്ഞാണ് കൊടുക്കാൻ സാധിച്ചിരുന്നത്. 9 മാസം വരെ വൈകിച്ചത് നമുക്കറിയാമല്ലോ. അതിനെല്ലാം തങ്ങൾ ഉസ്താദിനോട് എന്നും ഈ മഹല്ല് നിവാസികൾ കടപ്പെട്ടിരിക്കും. തുറസായി കിടന്നിരുന്ന പള്ളിയുടെ മുൻഭാഗം ഉൾപ്പെടെ പല ഭാഗങ്ങളും കോമ്പൗണ്ടാക്കി തിരിച്ചതും കരിങ്കല്ലിന്റെ ചുറ്റുമതിൽ കൊടുത്തതും എല്ലാ എതിർപ്പുകളെയും മറന്നുകൊണ്ടുള്ള ഉസ്താദിന്റെ പ്രയത്നത്തിലൂടെയാണെന്ന് മഹല്ല് നിവാസികൾക്കറിയാം. മാത്രവുമല്ല, ഉസ്താദിന്റെ അഭാവത്തിൽ നാം നടത്തിയ നേർച്ച 25,000 രൂപ കടത്തിലാവുകയും പിന്നീട് ഉസ്താദ് തന്നെയാണ് അതും വീട്ടിയത്. അതുപോലെ കത്തിൽ സൂചിപ്പിച്ച അനൗദ്യോഗിക പിരിവ് എന്നത് ആരോപണം മാത്രമാണ്. കാരണം ദർസിന്റെ നടത്തിപ്പിന് ഭീമമായ സംഖ്യ ചെലവ് വരുന്നുണ്ട്. 2 ഉസ്താദുമാരുടെ ശമ്പളം, ക്യാന്റീൻ ചെലവ്, മുത്തഅല്ലിമീങ്ങളുടെ മറ്റു ചിലവുകൾ എന്നിവക്ക് ഉസ്താദിന്റെ ബന്ധത്തിലൂടെ വരുന്ന സംഭാവനകൾ കൊണ്ടാണ് നിലനിന്നു പോന്നിരുന്നത്. അങ്ങനെ വരുന്ന സംഭാവനകൾ സ്വീകരിക്കുന്നതിന് എന്താണ് തടസ്സം? മഹല്ല് കമ്മിറ്റിയോട് ഈ ആവശ്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള സഹായം ഇതുവരെ തേടിയിട്ടും ഇല്ലല്ലോ. ഉസ്താദ് ചെയ്തത് തെറ്റായിരുന്നെങ്കിൽ മഹല്ല് കമ്മിറ്റി ഔദ്യോഗികമായി ചർച്ച ചെയ്ത് ഉസ്താദിനെ ഉണർത്താമായിരുന്നല്ലോ.
ദർസിന്റെ നടത്തിപ്പിന് സ്വലാത്തിലൂടെയും മറ്റും ലഭിക്കുന്ന സംഭാവനകൾ മാത്രമാണ് ഉള്ളത്. ദർസിന്റെ 33-ാം വാർഷികം മാത്രമല്ല ഉസ്താദിന്റെ വീട്ടിൽ വെച്ച് നടത്തിയത്. ഉസ്താദിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന റാത്തീബിന്റെ 25-ാം വാർഷികം കൂടിയാണ് ഒരുമിച്ച് നടത്തിയത്. വേങ്ങര വലിയോറ ദാറുൽ മആരിഫിൽ നിന്ന് ആരംഭിച്ച ഇർഷാദുൽ അനാം ദർസിന്റെ 25-ാം വാർഷികവും 8 വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദിന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് നടത്തിയത്. 25-ാം വാർഷികം നടത്തിയപ്പോൾ ആ വാർഷിക പരിപാടി എളങ്കൂറിൽ വെച്ച് നടത്തണമെന്നോ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ വാർഷികങ്ങൾ ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്നോ നമ്മൾ ഔദ്യോഗികമായി ആവശ്യപ്പെടാത്തതുകൊണ്ട് ഇതിൽ എന്തിനാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത്? ദർസ് വാർഷികം ഏകപക്ഷീയമാണെന്നത് കല്ലുവെച്ച നുണയാണ്. കാരണം 4 ദിവസത്തെ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. അതേ പരിപാടിയിൽ സമസ്ത ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി നജീബ് മൗലവിയും SKSSF സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി ഫക്രുദ്ദീൻ തങ്ങൾ താനൂരും പ്രഭാഷണങ്ങൾ നടത്തിയത് നമ്മളെല്ലാം കണ്ടതും അറിഞ്ഞതുമാണല്ലോ. പ്രസ്തുത പരിപാടിയിലേക്ക് സമസ്ത EK വിഭാഗം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ക്ഷണിക്കുകയും അസൗകര്യം കാരണം പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തു എന്നത് ഉസ്താദിൽ നിന്ന് അന്ന് അറിയാൻ സാധിച്ചതാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ഏകപക്ഷീയമാവുക? ഏതൊരാൾക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് ഏത് സംഘടനയിലും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഉസ്താദ് ഈ മഹലിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അനുകൂലമായി ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. പരിപാടികൾക്ക് ക്ഷണിക്കുന്നതിനനുസരിച്ച് ഉസ്താദ് പങ്കെടുക്കാറുണ്ട്. മദ്രസ 2ആയി പിരിഞ്ഞ സമയത്ത് കുറഞ്ഞ പരിപാടികൾക്ക് നിങ്ങൾ ക്ഷണിക്കുകയും അതിന് ഉസ്താദ് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ ക്ഷണിച്ചതുമില്ല. മഹലിലെ കമ്മിറ്റി തീരുമാനങ്ങൾക്ക് വിപരീതമായി പ്രായപൂർത്തിയാവാത്ത നിക്കാഹുകൾ നടന്നതായി തെളിയിക്കാൻ സാധിക്കില്ല. ഇത്തരം ആരോപണം കമ്മിറ്റിയിൽപ്പെട്ടവർ തന്നെ നടത്തുന്നത് കമ്മിറ്റിയെ അവഹേളിക്കലാണ്. ഉസ്താദ് മഹലിൽ ഖാദിയായി ചുമതലയേറ്റ ഉടനെ ഉസ്താദിനോടുള്ള വിശ്വാസത്താൽ അന്നത്തെ മഹല്ലി കാരണന്മാർ ഉസ്താദ് വരുന്നതിന് മുമ്പുള്ള ആധാരം മുതൽ പള്ളിയുമായി ബന്ധപ്പെട്ട 11 ആധാരങ്ങളും ഉസ്താദിനെ ഏൽപ്പിക്കുകയും അതിനുശേഷമുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ ആധാരങ്ങളും വളരെ വിശ്വസ്തയോടെയും ഉത്തരവാദിത്തോടെയും കഴിഞ്ഞ 2022 ജനറൽ ബോഡി വരെ ഉസ്താദ് തന്നെ അത് സൂക്ഷിക്കുകയും ചെയ്തു. ഇക്കാലയളവിൽ നിങ്ങളെപ്പോലെയുള്ള പല ആളുകളും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയപ്പോൾ പല പ്രാവശ്യങ്ങളിലും ഉസ്താദ് കമ്മിറ്റി മുഖേന ഈ തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി ആധാരം കമ്മിറ്റിയിൽ ഹാജരാക്കുകയും വായിച്ചു കേൾപ്പിച്ച് തെറ്റിദ്ധാരണകൾ നീക്കിയതായും അന്നത്തെ കമ്മിറ്റി അംഗങ്ങൾ പറയാറുണ്ട്. അതിനുശേഷവും കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഇതുപോലെയുള്ള ആരോപണങ്ങൾ വീണ്ടും പറഞ്ഞപ്പോൾ ആ ജനറൽ ബോഡിയിൽ തന്നെ പുതിയ കമ്മിറ്റിയെ ഉസ്താദ് ആധാരമേൽപ്പിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ നികുതി അടക്കാൻ വേണ്ടിയും സംശയങ്ങൾ തീർക്കാൻ തൊണ്ടിയൻ ഉമ്മർ എന്ന പറമ്പൻ കുഞ്ഞാക്കയെ മധ്യസ്ഥനാക്കി അഗ്രിമെന്റ് അടിസ്ഥാനത്തിൽ ഹമീദ് ഫൈസി പ്രസിഡന്റും റസാഖ് ഹാജി സെക്രട്ടറിയുമായ കമ്മിറ്റി മുഖേന പള്ളിയുടെ സ്വത്തുക്കളുടെ 11 ആധാരവും യാതൊരു ക്രമക്കേടും വരുത്താതെ ഏൽപ്പിച്ചിട്ടുണ്ട്. നികുതി അടക്കാത്തതിന് നമ്മൾ ഉസ്താദിനെ പഴിചാരേണ്ടതില്ല. നികുതി അടച്ചോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ടതും അത് അടയ്ക്കേണ്ടതും മുൻകാല കമ്മിറ്റിക്കാരുടെ ബാധ്യതയായിരുന്നു. വള്ളിപ്പുള്ളി വ്യത്യാസം വരാതെ തന്നെ ഏൽപ്പിക്കപ്പെട്ട ആധാരങ്ങൾ ഇത്രയും കാലം നമുക്ക് വേണ്ടി തങ്ങൾ ഉസ്താദ് സൂക്ഷിച്ചു വെച്ചതിനോട് ഉസ്താദിനോട് നാം എന്നും കടപ്പെട്ടിരിക്കുന്നു. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ പലതും കള്ളമാണ് എന്നും ചില കാര്യങ്ങളെല്ലാം തീർപ്പ് കൽപ്പിച്ചതുമാണ്. അതുകൊണ്ട് ആ ആരോപണങ്ങളെല്ലാം ഞങ്ങൾ 10 കമ്മിറ്റി ഭാരവാഹികൾ തള്ളിക്കളയുന്നു. ന്യായമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിച്ച് തീരുമാനിക്കാനും ഞങ്ങൾ തയ്യാറാണ്. നല്ല നിലയിൽ നടന്നു വരുന്ന മഹലിനെ പ്രശ്നത്തിലാക്കുന്നതിന്റെ ലക്ഷ്യം ഇത്തരം കാര്യങ്ങളൊന്നുമല്ല. മഹലിന്റെ ഉന്നമനത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദിനെ ഒഴിവാക്കലാണെന്ന് ഞങ്ങൾക്കും മഹലി നിവാസികൾക്കും പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുതന്നെയാണ് ഈ മഹലിലെ 3 വിഭാഗം ആളുകൾ പോലും അംഗീകരിക്കാത്ത ഹർജിയിൽ മഹലി നിവാസികൾ ഒപ്പിടാതിരുന്നത്. പലരെയും പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പുവെപ്പിച്ചതാണെന്ന് ജനറൽ ബോർഡിൽ വെച്ച് തന്നെ പിടികൂടിയതാണ്. കാര്യമറിയാതെ ഒപ്പിട്ടതാണെന്നും അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വോയിസുകളും വ്യക്തികൾ നേരിട്ടും ഫോണിലൂടെയും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. മാത്രമല്ല, കളവുള്ള ഹർജിയിൽ അറിയാതെ ഒപ്പിട്ടവർ തന്നെ ഉസ്താദും ദർസും മറ്റു മുദരിസമാരും ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒപ്പിട്ടു തന്നിട്ടുമുണ്ട്. ഇരുവിഭാഗത്തിലുമുള്ള ആ ഒപ്പിട്ടു തന്നവരുടെ പേരും മേൽവിലാസവും ഒപ്പും ഫോൺ നമ്പറും തങ്ങൾ ഉസ്താദിന് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്.
ഉസ്താദ് നമ്മുടെ മഹലിന്റെ നേതൃത്വം ഏറ്റെടുത്ത് മുതൽ ഹജ്ജിനും ഉംറക്കും മറ്റു സിയാറത്തുകൾക്കും പോകുമ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദിനെ ഏൽപ്പിച്ചാണ് പോകാറുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള കമ്മിറ്റിക്ക് ഇത് സംബന്ധമായ ഒരു ചർച്ചയും ചെയ്യേണ്ടി വന്നിട്ടില്ല. അതിനു പുറമെ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ടവരെ വിവരം അറിയിച്ചു മാത്രമാണ് പോകാറുള്ളത്. കഴിഞ്ഞ യാത്രയിൽ വരെ സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തി തന്നെയാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരുടെയും സമ്മതം കിട്ടിയിട്ടേ കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ളത് നിങ്ങളുടെ അഹങ്കാരവും ദുർവാശിയുമാണ്. വാശി നാശത്തിനാണെന്ന പഴമക്കാരുടെ ചൊല്ല് ഓർത്തുപോകുന്നു. ഭക്ഷണം മുടക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതി കണ്ടു. അത് കണ്ടപ്പോൾ ലജ്ജയാണ് തോന്നിയത്. കാരണം നമ്മുടെ മഹലിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അല്പമെങ്കിലും ആത്മാർത്ഥതയും താല്പര്യവും ഉണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ പലപ്പോഴൊക്കെ നമ്മെ കരുതി ഭക്ഷണം ഉണ്ടാക്കാറുണ്ടെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിലേക്ക് നാം എത്താറുമില്ല. അത് നമ്മൾ പ്രശ്നമാക്കാറുമില്ല. ഇവിടെയും അത്രമാത്രമേ ഉള്ളൂ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉസ്താദുമാർ ഇല്ലാതിരിക്കുകയും പള്ളിയിൽ മുത്തഅല്ലിമീങ്ങൾ ഉള്ളതുകൊണ്ട് അവർ അത് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങൾ അതിൽ സന്തോഷം കണ്ടെത്താറാണ് പതിവ്. മാത്രവുമല്ല, എല്ലാ ഉസ്താദുമാരും ഇല്ലാതിരിക്കൽ അപൂർവമായി മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നതാണ് അറിയാൻ സാധിച്ചത്. 2-3 ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിലെ പ്രയാസം അറിയിച്ചു. തങ്ങൾ ഉസ്താദ് കമ്മിറ്റിയെയും പൊതുവായും അറിയിച്ചതാണ്. ബുദ്ധിമുട്ടുള്ളവർ ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകേണ്ടതില്ലെന്നും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമ്മിറ്റിയെ അറിയിക്കണമെന്നും അങ്ങനെയുള്ള ഒരാളെയും കമ്മിറ്റി ഭക്ഷണം അടിച്ചേൽപ്പിക്കരുതെന്നും പ്രത്യേകം ഉണർത്തിയതാണ്. ഈ കാര്യം ആരോപണം എഴുതിയവരുടെ അഭിപ്രായം മാത്രമാണ്. ദർസിലെ മുത്തഅല്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട പരാതിക്ക് കാരണം ദർസിനോടും മുത്തഅല്ലിമീങ്ങളോടുമുള്ള വിദ്വേഷം മാത്രമാണ്. അതല്ലെങ്കിൽ 50ഓളം വരുന്ന മുത്തഅല്ലിമീങ്ങളിൽ നിന്ന് ചിലരുടെ അടുത്ത് പാകപ്പിഴവുകൾ വന്നതെങ്കിൽ അത് തിരുത്തി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഉസ്താദുമാർ ഉണർത്തുകയോ അതല്ലെങ്കിൽ ആ കുട്ടിയോട് തന്നെ ഉണർത്തുകയോ ചെയ്താൽ തീരാവുന്ന പ്രശ്നം പൊതുസമൂഹത്തിനിടെ വലിച്ചിടുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരുദ്ദേശമാണെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കൈയില്ലാത്തവൻ ചെറുവരില്ലാത്തവനെ ആക്ഷേപിക്കാനുള്ള താല്പര്യമാണോ എന്നറിയില്ല. കാരണം നമ്മുടെ മക്കളുടെ പോരിശയും മഹിമയും മാലോകർക്കറിയുന്നതല്ലേ. മുമ്പ് മദ്രസ പൂട്ടിക്കിടന്ന സാഹചര്യത്തിൽ പുറമേ നിന്നുള്ള മധ്യസ്ഥന്മാരുടെ ഇടപെടലുകൾ തീർപ്പാക്കാതെ വന്നപ്പോൾ ഉസ്താദിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ് ഈ മഹലിൽ നിന്ന് മാറിയാൽ ഒരു പക്ഷേ പല പ്രശ്നങ്ങളും വളരെ ശാന്തമായി നമ്മുടെ മഹലിൽ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് ഉസ്താദ് തുടർന്നും ഈ മഹലിൽ സേവനമനുഷ്ഠിക്കണമെന്ന് പറയുന്നവരാണ് ഈ മഹലിൽ നിവാസികൾ. അവരുടെ അഭിപ്രായം മാനിച്ച് തങ്ങൾ ഉസ്താദ് തന്നെ റമദാന് ശേഷവും ഇവിടെ നേതൃത്വം നൽകണം. കള്ള ആരോപണങ്ങൾ അടങ്ങിയ കത്ത് ഈ മഹലിൽ നിവാസികൾ അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ മറുവിഭാഗം ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ അവർ ഉസ്താദും ദർസും മുദരിസുമാരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്ന മഹലിൽ നിവാസികളുടെ യഥാർത്ഥ പേരും മേൽവിലാസവും ഒപ്പിട്ടുകൊണ്ടുവരട്ടെ. മഹലിൽ നിവാസികൾ ഉസ്താദിന്റെ ദീനീ സേവനം ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദും ദർസും മുദരിസുമാരും ഇവിടെ തുടരുന്ന മുറക്ക് ആരു തന്നെ എതിർത്താലും ഉസ്താദിനോടുകൂടെ ശാരീരികമായും സാമ്പത്തികമായും നിയമപരമായും മഹലിൽ നിവാസികൾ കൂടെ ഉണ്ടാകും എന്ന് വിശ്വസ്തയോടെ എളങ്കൂർ മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ